നമസ്കാരം. 2020 ലോകകപ്പ് വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026 തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ 2020 ലോകകപ്പിൽ സെമി ഫൈനലിലേക്ക് ആരൊക്കെ എത്തും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 8 ടീമുകളിൽ 2 ജയം നേടിയ ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും മാത്രമാണ് ഇതുവരെ സെമി ഉറപ്പിച്ച ടീമുകൾ. സിംബാബ്വേയും ശ്രീലങ്കയും 2 തോൽവികളോടെ പുറത്തായി. ഇനി 2 സ്ഥാനങ്ങൾക്കായി 4 ടീമുകൾ മത്സരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ ഉൾപ്പെടുന്ന ഒന്നാം ഗ്രൂപ്പിൽ നിന്ന് 2 ജയം നേടിയ ദക്ഷിണാഫ്രിക്കയാണ് നിലവിൽ സെമി ഉറപ്പിച്ച ടീം. നമുക്ക് പോയിന്റിൽ കാണാം, 4 പോയിന്റാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉള്ളത്. ഒരേ ഒരു ടീം മാത്രമാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ സെമി ഉറപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയെയും വെസ്റ്റ് ഇൻഡീസിനെയും തകർത്താണ് ദക്ഷിണാഫ്രിക്ക സെമിയിൽ എത്തിയത്. 2 കളിയിൽ 4 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്ക ഒന്നാമത്. തൊട്ടുപിന്നിൽ മികച്ച റൺ റേറ്റുമായി 2 പോയിന്റോടെ വെസ്റ്റ് ഇൻഡീസ് നിൽക്കുന്നു. 3-ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഇന്ത്യക്കും 2 പോയിന്റാണ്. പക്ഷേ നെഗറ്റീവ് റൺ റേറ്റ് ആണ് ഇന്ത്യക്കുള്ളത് എന്നതാണ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോഴുമുള്ള വെല്ലുവിളി. ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സരം ഉപേക്ഷിച്ചാൽ, അതായത് വെസ്റ്റ് ഇൻഡീസുമായാണ് ഇന്ത്യക്ക് അവസാനത്തെ മത്സരം ശേഷിക്കുന്നത്, ആ മത്സരം ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപേക്ഷിച്ചാൽ അത് വെസ്റ്റ് ഇൻഡീസിന് സെമിയിലേക്കുള്ള വഴിയാകും. അതുകൊണ്ട് ഈ മത്സരം നടക്കുക എന്നത് ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ആ മത്സരം നടക്കുക മാത്രമല്ല, അതിൽ വിജയിക്കുകയും വേണം. അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ എന്തായാലും ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം. വെസ്റ്റ് ഇൻഡീസ് ആണ് ജയിക്കുന്നതെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നാലെ വെസ്റ്റ് ഇൻഡീസും സമാനമായി തന്നെ സെമിയിലേക്ക് പോവുകയും ചെയ്യും. ദക്ഷിണാഫ്രിക്കയുമായി അവസാന മത്സരം കളിക്കുന്ന സിംബാബ്വെ 2 തോൽവിയോടെ നേരത്തെ തന്നെ ലോകകപ്പ് കാണാതെ പുറത്താവുകയും ചെയ്തു. ഇനി നമുക്ക് 2-ാം ഗ്രൂപ്പിലേക്ക് പോകാം. 2-ാം ഗ്രൂപ്പിൽ ആണ് മറ്റൊരു ടീമിനുള്ള ഒരു സാധ്യത നിൽക്കുന്നത്. 2 മത്സരങ്ങൾ ജയിച്ച് 4 പോയിന്റ് നേടിയ ഇംഗ്ലണ്ടാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് 2-ാം ഗ്രൂപ്പിൽ നിന്ന് ലോകകപ്പ് ഉറപ്പിച്ച ഒരു ടീം. അത് 4 പോയിന്റ് നേടിയെന്നത് മാത്രമല്ല, പോസിറ്റീവ് റൺ റേറ്റോടെ തന്നെയാണ് ഇംഗ്ലണ്ട് അവിടെ നിൽക്കുന്നത്. 2 മത്സരങ്ങളും ഇംഗ്ലണ്ട് മികച്ച നിലയിൽ തന്നെ വിജയിക്കുകയും ചെയ്തു. തൊട്ട് പിന്നിൽ 3 പോയിന്റുമായി ന്യൂസിലാൻഡ് നിൽക്കുന്നു. ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. പക്ഷേ ഒരു മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നതാണ് ന്യൂസിലാൻഡിന് തിരിച്ചടിയായത്. ന്യൂസിലാൻഡുമായുള്ള മത്സരം ഉപേക്ഷിച്ചത് കാരണം കിട്ടിയ 1 പോയിന്റുമായി പാകിസ്ഥാനാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ശ്രീലങ്ക 2 മത്സരങ്ങളും തോറ്റ ശ്രീലങ്ക ഈ ലോകകപ്പിൽ നിന്ന് സൂപ്പർ 8-ൽ നിന്ന് സെമി കാണാതെ പുറത്തായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവസാനത്തെ ഒരു മത്സരം ബാക്കിയുണ്ട്. ആ മത്സരം എന്തായാലും പാകിസ്ഥാന്റെയും വിധി നിർണ്ണയിക്കുന്ന മത്സരമാവുകയും ചെയ്യും. ഇന്ന് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും നേർക്കുനേർ വരികയാണ്. ഇന്ന് ന്യൂസിലാൻഡ് ജയിച്ചാൽ പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് പുറത്താകും. ന്യൂസിലാൻഡ് സൂപ്പർ 8-ൽ നിന്ന് സെമിയിലേക്ക് മുന്നേറുകയും ചെയ്യും. ഇന്ന് ഇംഗ്ലണ്ട് ജയിച്ചാൽ ശ്രീലങ്കയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാകും പാകിസ്ഥാന് ഉള്ളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വലിയൊരു സാധ്യത ഇന്നത്തെ മത്സരത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരവും എല്ലാ ടീമുകൾക്കും, അതായത് ന്യൂസിലാൻഡിനും പാകിസ്ഥാനും നിർണായകം ആകുന്നതും അതുകൊണ്ട് തന്നെയാണ്. 2 സ്ലോട്ടുകൾ മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത്. 4 ടീമുകൾ ആ 2 സ്ലോട്ടിനായി മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ടീമിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ, സിംബാബ്വേക്കെതിരായ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹമാണ്. ഇതാണ് ടീമിൽ നിന്ന് ആഗ്രഹിച്ചതെന്ന് ആരാധകർ പറയുന്നു. എല്ലാവരും ഫോമിലേക്ക് എത്തിയതിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് മുൻ താരങ്ങൾ. ടീമിൽ 2 മാറ്റങ്ങൾ. റിങ്കുവിന് പകരം സഞ്ജുവും വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേലും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർന്നടിഞ്ഞ ഇന്ത്യ ചെപ്പോക്കിൽ പറന്നുയർന്നു. കനത്ത തോൽവിക്ക് പിന്നാലെ സിംബാബ്വെ നേരിടുമ്പോൾ ഇന്ത്യൻ ആരാധകർ കടുത്ത ആശങ്കയിലായിരുന്നു. ഓപ്പണിംഗ് സഖ്യത്തിന് തകർച്ചയിൽ എന്തു ചെയ്യുമെന്ന ചർച്ചകൾക്കിടയിലാണ് ടീമിൽ സഞ്ജു മടങ്ങിയെത്തിയത്. ഇതുവരെ 2 ഓവർ തികയ്ക്കാത്ത ഇന്ത്യൻ ഓപ്പണിംഗ് സഖ്യം ഇക്കുറി നൽകിയത് മികച്ച അടിത്തറ. 4-ാം ഓവറിൽ സഞ്ജു മടങ്ങുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായ നിലയിൽ. പിന്നെ കണ്ടത് ഇന്ത്യയുടെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം. സഞ്ജുവിനൊപ്പം ഇറങ്ങിയ അഭിഷേക് ഫോമിലേക്ക് മടങ്ങിയെത്തി. ഇഷാൻ പതിവ് പോലെ തകർത്തടിച്ചു. ഇടതു വലത് ബാറ്റർമാരെ മാറി മാറി ഉപയോഗിച്ച് എതിർ ടീമിന് മേൽ ഇന്ത്യ ആധിപത്യം നേടി. സൂര്യകുമാറും താളം കണ്ടെത്തിയതോടെ മധ്യ ഓവറുകളിലും ചെപ്പോക്കിൽ റൺസ് ഒഴുകി. താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ തിലക ഇക്കുറി ഇറങ്ങിയത് ഫിനിഷിംഗ് റോളിൽ. പാണ്ഡ്യയ്ക്കൊപ്പം തിലക് സിംബാബ്വേയുടെ ബോളിംഗ് നിരയെ കടന്നാക്രമിച്ചു. അവസാന 5 ഓവറിൽ ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത് 84 റൺസ്. ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ കുറിച്ചാണ് ഇന്ത്യ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. ശിവൻ ദുബെയും അക്ഷറും ബാറ്റ് ചെയ്യാൻ അപ്പോഴും ബാക്കി. ഇന്ത്യൻ സംഘം പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയതോടെ വെസ്റ്റ് ഇൻഡീസിനെ ഇനി അനായാസം മറികടക്കാമെന്നാണ് ആരാധകരുടെ പക്ഷം. അങ്ങനെയെങ്കിൽ തുടർച്ചയായ വർഷങ്ങളിൽ കിരീടം നിലനിർത്തുന്ന, സ്വന്തം മണ്ണിൽ കിരീടം നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇന്ത്യയുടെ തകർപ്പൻ ജയത്തിന് പിന്നാലെ ചർച്ചയായി ബാറ്റിംഗ് നിരയിലെ സഞ്ജുവിന്റെ സാന്നിധ്യം. ഓപ്പണിംഗിൽ സഞ്ജു എത്തിയതോടെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്ത് വർദ്ധിച്ചു. കീപ്പിംഗിലും മിന്നും പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തത്. मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं नंबर 3 में भी तो मतलब तिलक की जगह खिलाऊं? अच्छा ही तो चल रहा है अभी पावर प्ले में. कहाँ 50 रन 40 रन तो बना ही रहे. वो तो नॉर्मल क्रिकेट है. अब हमने इतना ज्यादा अच्छा खेल लिया है बायलैटरल में.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടീമിൽ സഞ്ജു ഉണ്ടാകുമെന്ന ചോദ്യത്തിന് നായകൻ സൂര്യകുമാർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. എന്നാൽ പ്രോട്ടീസിനെതിരായ കനത്ത തോൽവി ഇന്ത്യൻ ടീമിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ടോപ്പ് ഓർഡറിൽ വലം കൈ ബാറ്ററുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ ടീം സഞ്ജുവിനെ ആദ്യ ലെവലിൽ തിരിച്ചു കൊണ്ടുവന്നു. അതോടെ ചെപ്പോക്കിൽ കണ്ടത് ടൂർണമെന്റിൽ ഇന്നുവരെ കാണാത്ത വിധം ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ തകർപ്പൻ പ്രകടനം. ഇന്ത്യ ഈ ലോകകപ്പിൽ 200 മുകളിൽ സ്കോർ ചെയ്തത് 2 തവണ മാത്രമാണ്. 2 തവണയും ഓപ്പണർ റോളിലെത്തിയത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണും. സഞ്ജുവിന്റെ ഡൈനാമോ ഇന്നിംഗ്സ് ബാറ്റിംഗ് മോഡലിൽ കൊണ്ടുവന്ന മാറ്റം അവിശ്വസനീയമായിരുന്നു. ഇന്ത്യൻ നിരയിൽ ബാറ്റ് എടുത്തവരെല്ലാം ബൗളേഴ്സിനെ തലങ്ങും വിലങ്ങും പായിക്കുന്നത് ഈ ലോകകപ്പിലെ ആദ്യ കാഴ്ചയാണ്. ഡക്കുകളുടെ നാണക്കേട് പേർന്ന ഇന്ത്യൻ നിരയിൽ ഇക്കുറി ആരും 0 പുറത്തായില്ല. സഞ്ജുവിനെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു എന്നാണ് മുൻ താരം ഇർഫാൻ പഠാൻ പറഞ്ഞത്. സഞ്ജുവിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ രവി ശാസ്ത്രി. നിരന്തരം വിമർശിക്കാറുള്ള സുനിൽ ഗവാസ്കറും സഞ്ജുവിന്റെ ഇന്നിംഗ്സിനെ പ്രശംസിച്ചു. സഞ്ജു ഉള്ളതുകൊണ്ടാണ് സിക്കന്ദർ രാസ ആദ്യ ഓവർ എറിയാതിരുന്നതെന്ന് പറഞ്ഞ ദിനേശ് കാർത്തിക് സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് കാണാൻ തന്നെ ചന്തമാണെന്നും പറഞ്ഞു. ബാറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ സഞ്ജുവിനെ ഗംഭീർ പ്രശംസിച്ചതും ആ ഇന്നിംഗ്സിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നു. ക്രീസിലെത്തുമ്പോൾ പഴയതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്നും ആ നിമിഷം തോന്നുന്നത് നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സഞ്ജു പറഞ്ഞു. ടോപ്പ് ഓർഡറിൽ സഞ്ജു വന്നതുകൊണ്ടുണ്ടായ മാറ്റം തുടരാൻ ടീം തീരുമാനിച്ചാൽ മുന്നോട്ടുള്ള ലോകകപ്പ് യാത്രയിൽ ഇന്ത്യക്കായി സഞ്ജു തന്നെ ഓപ്പൺ ചെയ്തേക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കും. അഭിഷേക് ശർമ്മയോടൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് ആസ്വദിക്കുന്നുണ്ടെന്ന് സഞ്ജു സാംസൺ. അഭിഷേകും താനും പരസ്പരം മനസ്സിലാക്കിയാണ് കളിക്കുന്നതെന്നും പരസ്പരം പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നും സഞ്ജു പറഞ്ഞു. ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകാൻ സാധിച്ചതിൽ സന്തോഷമെന്നും സഞ്ജു സാംസൺ. Very simple. He teaches me, Apaji, क्या हो रहा है? I tell him कुछ नहीं हो रहा है, बॉल देख के घुमाओ बस और कुछ नहीं. So I really enjoy batting with him. So we both complement each other really well. So very happy we could actually give India a great start today. സിംബാബ്വേക്കെതിരായ മിന്നും ജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിനെ പ്രശംസിച്ച് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഒരു ടീമിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുമെന്നും ബാറ്റർമാരുടെ ആക്രമണ സമീപനം മികച്ചതെന്നും സച്ചിൻ കുറിച്ചു. ഇതേ പ്രകടനം തുടർന്നുള്ള മത്സരത്തിൽ ഉണ്ടാകണമെന്നും സച്ചിൻ പറഞ്ഞു. പാർട്ട് ടൈം ബൗളർമാരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ ടീമിനെ പ്രശംസിച്ച് മുൻ താരവും പരിശീലകനുമായ അനിൽ കുംബ്ലെ. ഇന്ത്യ കഴിഞ്ഞ 18 മാസമായി തുടർച്ചയായി ജയിക്കുന്നു. അപ്പോഴെല്ലാം അഭിഷേക് ശർമ്മ, ശിവൻ ദുബെ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ് എന്നിവരെല്ലാം പന്തെറിഞ്ഞു. 8 ബാറ്റർമാരെ മത്സരിപ്പിക്കുന്ന ശൈലിയാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും കുംബ്ലെ കൂട്ടിച്ചേർത്തു. സിംബാബ്വെ താരം ബ്രയാൻ ബെന്നറ്റ് ആണെന്ന് തിരിച്ചറിയാതെ ചോദ്യം ചോദിച്ച് കുടുങ്ങി മാധ്യമപ്രവർത്തകൻ. സെഞ്ചുറി നേടാൻ അവസരമുണ്ടായിട്ടും ബെന്നറ്റിന് എന്തുകൊണ്ട് സിംബാബ്വെ താരങ്ങൾ അവസരം നൽകിയില്ല എന്നായിരുന്നു ബെന്നറ്റിനോട് തന്നെ ചോദിച്ചത്. ഞാനാണ് ബെന്നറ്റ് എന്നായിരുന്നു താരത്തിന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. മത്സരത്തിൽ 59 പന്തിൽ 97 റൺസാണ് ബെന്നറ്റ് നേടിയത്. Bennett had a good chance to score a century. A century in a World Cup is always special. Why a batter didn't give him a chance to score a century? Bennett is come down 97. I'm Bennett. Yeah, you shot 97. ഇഷ്ടപ്പെട്ട IPL ടീമിന്റെ പേര് വെളിപ്പെടുത്തി സിംബാബ്വേയുടെ യുവതാരം ബ്രയാൻ ബെന്നറ്റ്. RCB ആണ് തന്റെ ടീമെന്നും കളിക്കാൻ അവസരം കിട്ടിയാൽ RCBയിൽ കളിക്കാനാണ് ആഗ്രഹമെന്നും ബെന്നറ്റ് പറഞ്ഞു. സിംബാബ്വെ താരം ബ്രാഡ് ഇവാൻസിന്റെ സഹോദരിക്ക് വീഡിയോ സന്ദേശം അയച്ച് ഇന്ത്യൻ താരം തിലക് വർമ്മ. തിലകിന്റെ ആരാധികയായ സഹോദരിക്ക് വേണ്ടി വീഡിയോ ചെയ്യാമോ എന്ന് ബ്രാഡ് ഇവാൻസ് ചോദിച്ചിരുന്നു. പിന്നാലെയാണ് താരം വീഡിയോ ചെയ്തത്. സിംബാബ്വേയിൽ വരുമ്പോൾ കാണാമെന്നും തിലക് പറഞ്ഞു. Thank you for being a big fan. Means a lot. Hope to see you when I'm in Zimbabwe. I'll meet you. And your brother is amazing. He has bowled really well, but I'll see you very soon. Thanks once again. Thanks. Cheers.
ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ 2020 ലോകകപ്പിൽ സെമി ഫൈനൽ പ്രതീക്ഷയോടെ ന്യൂസിലാൻഡ് ഇന്ന് ഇറങ്ങുകയാണ്. തുടർ ജയവുമായി എത്തുന്ന ഇംഗ്ലണ്ടാണ് എതിരാളികൾ. വൈകിട്ട് 7 മണിക്ക് കൊളംബോയിലാണ് മത്സരം. ന്യൂസിലാൻഡിന്റെ മത്സരബലം ആശ്രയിച്ചാണ് ടൂർണമെന്റിൽ പാകിസ്ഥാന്റെയും ഭാവി. മനീഷ ഷാ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. മനീഷ, ഇന്ന് ന്യൂസിലാൻഡിന് ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് പരാജയപ്പെട്ടാൽ പോലും ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യം അങ്ങനെയല്ല. ന്യൂസിലാൻഡ് വിജയിച്ചാൽ പാകിസ്ഥാൻ പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഒരു മികച്ച മത്സരം തന്നെ നമ്മൾ ഇന്ന് കൊളംബോയിൽ പ്രതീക്ഷിക്കുകയാണ്. രുചിഷ, തീർച്ചയായും പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിന് പരാജയപ്പെട്ടാൽ പോലും ഇപ്പോഴും അവർക്ക് സെമിയിൽ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ പുലർത്തുന്ന ഒരു പോസിറ്റീവ് റൺ റേറ്റ് തന്നെയാണ് അതിനിവർക്ക് സഹായകമാവുകയും ചെയ്തത്. നമ്മൾ ചില കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു 20 റൺസിന് താഴെയാണ് ന്യൂസിലാൻഡ് പരാജയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല എന്ന തരത്തിലേക്ക് അവരുടെ റൺ റേറ്റ് ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക. എന്തായാലും ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും മികച്ച ഫോമിൽ തന്നെയാണ് ഇതുവരെ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെ ഇന്നത്തെ മത്സരം ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച മത്സരം തന്നെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ കുഞ്ഞൻ ടീമുകളോട് പോലും പതർന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ സൂപ്പർ 8ലേക്ക് പ്രകടനം വരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഒരു പക്ഷേ അവരുടെ നായകൻ ഹാരി ബുർക്ക് കളിച്ച ഇന്നിംഗ്സ് എന്ന് പറയുന്നത് T20 ഇന്നിംഗ്സുകളിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ അവർ വിജയം നേടുകയും സെമി ബർത്ത് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇന്നത്തെ മത്സരം മറ്റൊരു തരത്തിലേക്ക് മാറുന്നത് ഈ ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് പോരാട്ടങ്ങൾ എപ്പോഴും വലിയ രീതിയിലുള്ള ആവേശം പകരുന്നതാണ്. പ്രത്യേകിച്ച് 2019 ഏകദിന ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയേറെ ആവേശമായിരുന്നു ആ മത്സരത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ T20യിലേക്ക് വരുമ്പോഴും ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും ഒരു ആവേശം അതെല്ലാ കാലത്തുമുണ്ട്. അത് ഇന്നും കൊളംബോയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും പാകിസ്ഥാന്റെ സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ന്യൂസിലൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ സെമി പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അതായത് അപ്പോൾ 5 പോയിന്റുമായി ന്യൂസിലൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലേക്ക് പ്രവേശിക്കും. അതേസമയം ഈ മത്സരത്തിൽ ന്യൂസിലൻഡ് പരാജയപ്പെട്ടാൽ പാകിസ്ഥാനുള്ള സാധ്യതകൾ വളരെ രസകരമാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു 20 റൺസിൽ മുകളിലാണ് ഇവർ ജയിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ സാധ്യതകൾ പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. അതായത് ഒരു 180 അല്ലെങ്കിൽ ഒരു 200 റൺസ് പാകിസ്ഥാൻ നേടുകയും ഒരു 120 റൺസിനുള്ളിൽ ഈ ശ്രീലങ്കയെ പിടിച്ചു നിർത്താൻ കഴിയാൽ ഒരു പക്ഷേ അത് അവർക്ക് പോസിറ്റീവ് റൺ റേറ്റിലേക്ക് കാര്യങ്ങൾ. അതാണ് ശ്രീലങ്കയോടാണ് മത്സരിക്കേണ്ടത് എന്നത് കൂടി ഉണ്ട് പാകിസ്ഥാന്. കാരണം അത് അവരുടെ നാട്ടിൽ മത്സരിക്കുന്ന ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് ആരാധകരുടെ ഒരു പിന്തുണയുണ്ടാകും. അവസാന മത്സരത്തിലെങ്കിലും ഒരു ജയം നേടണം എന്നൊരു ആഗ്രഹം ശ്രീലങ്കയ്ക്കും ഉണ്ടാവും. അത്ര എഴുതി തള്ളാനാകുന്ന ഒരു മത്സരവുമല്ല. അവിടെയാണ് ഇത്തരത്തിൽ വലിയ റൺ റേറ്റിൽ ഒരു ജയം ആഗ്രഹിക്കേണ്ടത്. രജിഷ, തീർച്ചയായും പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ മികച്ച മത്സരങ്ങൾ പുറത്തെടുത്തതിന് ശേഷം സിംബാബ്വേയോട് പരാജയപ്പെടുന്നു ശ്രീലങ്ക. പിന്നീട് തുടർച്ചയായ 2 മത്സരങ്ങളിലൂടെ അവർക്ക് ഒരു താളം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ സ്വന്തം കാണികൾക്ക് മുമ്പിൽ അവർക്ക് വിജയിച്ചേ മതിയാകൂ എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കൊളംബോയിലാണ് മത്സരം. അവരുടെ ഈ ലോകകപ്പിലെ അവസാന മത്സരമാണ്. അപ്പോൾ ഒരു വിജയം കൊണ്ട് കാണികൾക്ക് മുമ്പിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കും ശ്രീലങ്ക ലക്ഷ്യം വെക്കുക. അപ്പോഴാണ് വലിയ രീതിയിലുള്ള റൺ റേറ്റിൽ വിജയം പാകിസ്ഥാൻ ആവശ്യമായി വരിക. അതിൽ ഏറ്റവും ശ്രദ്ധേയമുള്ളതെന്ന് പറയുന്നത് ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 180 റൺസാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ 120-നുള്ളിൽ ശ്രീലങ്കയെ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ്. അവരെ പൂർണ്ണമായും പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ 120 റൺസിന് മുകളിലേക്ക് എടുക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് അവരെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതും ശ്രീലങ്കയുടെ ഈ ബാറ്റിംഗ് നിരയെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളത് ചോദ്യം ചെയ്താൽ നിൽക്കുകയാണ്. ഇനി അങ്ങനെയല്ല, പാകിസ്ഥാൻ ആദ്യ ബാറ്റിംഗ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മാറുമെന്നുള്ളതാണ്. അതിൽ വലിയ രീതിയിലൊക്കെയുള്ള ഒരു 150 അത്രയും ആവേശകരമായി തന്നെയാണ് ഈ മത്സരത്തെ എല്ലാവരും കാണുന്നത്. കാരണം ഈ മത്സരത്തിൽ ഒരുപക്ഷെ വളരെ നേരിയ മാർജിനിലാണ് ന്യൂസിലൻഡ് പരാജയപ്പെടുന്നത് എങ്കിൽ മാത്രമാണ് ഇനി ഒരു സാധ്യത, പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു സാധ്യത പാകിസ്ഥാന് മുന്നിൽ ഉള്ളത്. വലിയ മാർജിനിൽ പരാജയപ്പെട്ടാൽ പാകിസ്ഥാന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. ഇനി ചില വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. ജമ്മുകശ്മീർ പേസർ അക്യൂബ് നബിയെ പ്രശംസിച്ച് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി. അക്യൂബിനെ ജൂലൈയിലെ ടെസ്റ്റ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ പരിഗണിക്കണമെന്ന് സെലക്ടർ അജിത് അഗാർക്കറിനോട് BCCIയോടും ആവശ്യപ്പെട്ടു. കഠിനമായ സാഹചര്യങ്ങൾ കരുത്തുറ്റവരെ നിർമ്മിക്കുമെന്നാണ് അക്യൂബിന്റെ പ്രകടനത്തെ പ്രശംസിച്ചുള്ള സൗരവ് ഗാംഗുലിയുടെ വാക്കുകൾ. രഞ്ജി ട്രോഫിയിൽ മിന്നും ഫോം തുടർന്ന് ജമ്മുകശ്മീരിന്റെ അക്യൂബ് നബി കർണാടകയ്ക്കെതിരെയും 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. തുടർച്ചയായ 3-ാം മത്സരത്തിലാണ് നബി 5 വിക്കറ്റ് നേടുന്നത്. നേരത്തെ സെമിയിലും ക്വാർട്ടറിലും അക്യൂബ് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു. അക്യൂബിന്റെ കരുത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടാനുള്ള ഒരുക്കത്തിലാണ് ജമ്മുകശ്മീർ. സീസണിൽ ജമ്മുവിനായി 60 വിക്കറ്റ് നേടിയ നബി വിക്കറ്റ് വേട്ടക്കാരിലും മുന്നിലാണ്.